തിളപ്പിച്ചാറിയ വെള്ളം ലേശം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മീൻ വറുത്തത് വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോവും, ഗ്രേവി ഉണ്ടാവില്ല. നമുക്കിന്ന് മീനച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന കേരയുടെ പീസുകളാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ചെറുനാരങ്ങ നീര്, വേപ്പില ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇതുപോലെ നന്നായി മസാല പുരട്ടി അതിനുശേഷം നമുക്ക് ഇത് ഓരോന്നായും വറുത്തെടുക്കാം. വറുക്കാനുള്ള പീസ് എടുത്ത ശേഷം ബാക്കിയുള്ള മുള്ളുള്ള ഭാഗങ്ങളും തല, വാല് അങ്ങനെയുള്ള ഭാഗങ്ങളും കറിയാക്കാൻ എടുത്തു. കണ്ടോ, അച്ചാറിനെടുത്തതിൻ്റെ ബാക്കി പീസുകൾ കറിയായി. എണ്ണ ചൂടായ ശേഷം മീൻ പീസുകളിട്ട് വറുത്തെടുക്കുക. മീനച്ചാർ ഉണ്ടാക്കാനുള്ള മസാലയ്ക്കുള്ള ചേരുവകൾ ഉലുവ, വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിലടിച്ച് പേസ്റ്റ് ആക്കുക. ഇതുപോലെ മറിച്ചിട്ട് വീണ്ടും മൊരിയിച്ചെടുക്കുക. ഇതാണ് മീൻ വറുത്ത് വെച്ച പീസ്. അടുപ്പത്ത് എണ്ണ ഒഴിച്ച് പേസ്റ്റാക്കിയ ആ മസാല ഇട്ട് വഴറ്റുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൊരിയിക്കുക. ഇതിലേക്ക് കുറച്ച് ആപ്പിൾ സിറ വിനീഗർ ഒഴിക്കുക. അതിനുശേഷം വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിടുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അച്ചാറിൻ്റെ നല്ല മണം വരുന്നുണ്ട്.